ഇന്നലെ പുനെയിൽ കൊല്ലപ്പെട്ട ഇൻഫോസിസ് ജീവനക്കാരി റസീലയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. റസീലയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. റസീലയുടെ കൊലപാതകം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും. സിജു കണ്ണൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സിജു, മൃതദേഹം എത്തിച്ചുവോ? വിശദാംശങ്ങൾ. രജീഷ്, കഴിഞ്ഞ ദിവസം പൂനെ ഇൻഫോസിസിൽ കൊല്ലപ്പെട്ട റസീലയുടെ മൃതദേഹം പൈമ്പ്രയിലെ വീട്ടിലെത്തിച്ചു. അല്പസമയങ്ങൾക്ക് മുമ്പാണ് മൃതദേഹം എത്തിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം അവിടെ എത്തി ബന്ധുക്കൾ മൃതദേഹം സ്വീകരിച്ച് വീട്ടിലെത്തിക്കുകയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കാണുന്നതിനായി പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ഈ മരണവുമായി ബന്ധപ്പെട്ട് അസം സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരൻ ബബൻ സൈക്കിയെ നേരത്തെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ച നിരവധി പരാതികളുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് പൂനെ ഇൻഫോസിസ് ഓഫീസിൽ ഏതാണ്ട് 6 മണിയോടുകൂടി റസീല കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഈ സമയത്ത് സൈക്കിയയും റസീലയും തമ്മിലുണ്ടായ വാക്തർക്കത്തെ തുടർന്നതിൽ ബബൻ സൈക്കിയ കഴുത്തിൽ കമ്പ്യൂട്ടറിന്റെ കേബിൾ മുറുക്കി കഴുത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്നാൽ ഇത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് നിരവധി പരാതികളുണ്ട്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല റസീലയുടെ വീട് സന്ദർശിച്ചിരുന്നു. ഈ സമയത്തും ബന്ധുക്കൾ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഇത് സംബന്ധിച്ച് കൂടുതൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. രജീഷ്, സിജുവാണ് വിവരങ്ങൾ നൽകി.